പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് തൊട്ട് തന്നെ എല്ലാവരും ഈ നമ്മുടെ തലസ്ഥാന നഗരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇന്നിപ്പോൾ നിയമമണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലാണ് സ്വീകരണം നടക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണ് നിയമമണ്ഡലത്തിലെ സ്വീകരണം നടക്കുന്നത്. വലിയ പിന്തുണയാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഓഫീസിലേക്ക് പോകുന്നവർ പോലും പന്ന്യന് കൈകാണിച്ചുകൊണ്ടാണ്, സഖാവിനെ കൈകാണിച്ചുകൊണ്ട് അവരുടെ ആവേശം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. വലിയൊരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ എതിരാളി പന്ന്യനോട് ഒരാഴ്ച മുമ്പ് ചോദിച്ചു പന്ന്യൻ എവിടെയാണ്, അതിനുള്ള മറുപടിയാണോ ജനങ്ങൾ നൽകുന്നത്? തീർച്ചയായിട്ടും പന്ന്യൻ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിയമമണ്ഡലത്തിലെ മാത്രം കാര്യമല്ല, നഗരത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും, തലസ്ഥാനത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും ചെല്ലുമ്പോഴും ഇത്ര തന്നെ ആളുകൾ എല്ലാ ഇടങ്ങളിലും നിന്നുകൊണ്ട് പന്ന്യനെ സ്വീകരിക്കുന്ന, പന്ന്യസ്വാമിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ വരുന്ന ദിവസങ്ങളിലും അതുപോലെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഇവിടുത്തെ രാഷ്ട്രീയ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ പന്ന്യനോടൊപ്പം നിൽക്കുന്ന, പന്ന്യസ്വാമിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശശി തരൂർ വലിയൊരു ആരോപണമായി പറഞ്ഞത് ഇരട്ട നഗരം പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത് നഗരസഭ പ്രമേയം പാസാക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് 3 പ്രധാനപ്പെട്ട വലിയ വാഗ്ദാനങ്ങൾ, ഒന്ന് എയിംസ്, ഹൈക്കോടതി ബെഞ്ച്, മറ്റൊന്ന് ഇരട്ട നഗരം. അതിലെന്താ മറുപടി മേയർ എന്നുള്ള നിലയിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലോചനയും ഇല്ലാതെ അദ്ദേഹം ഒരു നഗരസഭ എന്നുള്ള നിലയിൽ, അത് മുന്നത്തെ ഭരണസമിതിയുടെ കാലത്തുണ്ടായ സംഭവമാണ്, എല്ലാവർക്കും അത് വിഷയം അറിയില്ല. ഒരു തരത്തിലും നഗരസഭയുമായി ഒരു വിധത്തിലും ഒരു പരിപാടിയിൽ യോജിക്കാത്ത ആളാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്നത്. എൻ്റെ തന്നെ അനുഭവത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്കറിയാം എല്ലാ സാമ്പത്തിക വർഷത്തിലും വികസന സെമിനാർ അടക്കം നമ്മൾ നടത്താറുണ്ട്. നഗരത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നമുക്കറിയാം പ്രോട്ടോകോൾ പ്രമാണിച്ചുകൊണ്ട്, പ്രോട്ടോകോളിൻ്റെ ഭാഗമായി സ്വാഭാവികമായും MP അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു മാസത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല പരിപാടികൾ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വികസന സെമിനാർ. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പദ്ധതികൾ തയ്യാറാക്കുന്നതിലെ വികസന സെമിനാറിൽ പോലും പേര് വയ്ക്കുകയും നേരിട്ട് ക്ഷണിക്കുകയും ചെയ്താൽ പോലും ഇന്നുവരെ നമ്മുടെ അനുഭവത്തിൽ ശ്രീ ശശി തരൂർ അതിൽ വന്നിട്ടില്ല. അത്തരത്തിലൊരാളാണ് പറയുന്നത് ഞാൻ പല പദ്ധതികളും കൊണ്ടുവന്നു, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരു കൂടിയാലോചനയോ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നഗരവുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നഗരവുമായിട്ടാണ് പൊതുവെ നമ്മൾ ട്വിൻ സിറ്റി പദ്ധതി ഒക്കെ നമ്മൾ പറയുന്നത്. അത്തരത്തിലൊരു ആലോചനയും നടത്താതെ നഗരസഭയെയും അതുപോലെ തന്നെ ജനങ്ങളെയും പറ്റിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വീകരിക്കുന്ന പൊതു നിലപാട് ഇതായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പരിപാടിയിലും, നമ്മൾ ക്ഷണിക്കുന്ന ഒരു പരിപാടിയിലും വരാതെ പോലും ഇരിക്കുന്നത്. അതുകൊണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആദരണീയനായ മേയറാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. തരൂരിൻ്റെ വലിയ ആരോപണമുണ്ടായിരുന്നു, അതായത് ഇരട്ട നഗരം പദ്ധതിക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരം പ്രമേയം പാസാക്കത്തുകൊണ്ടാണ് നടപ്പിലാകുന്നത് എന്നതായിരുന്നു തരൂരിൻ്റെ ആരോപണം. ആ ആരോപണത്തിനടക്കം മേയർ ആര്യ രാജേന്ദ്രൻ മറുപടി പറഞ്ഞിരിക്കുന്നു. വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് പന്ന്യൻ രവീന്ദ്രന്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ പന്ന്യന് സ്വീകരണം നൽകാൻ ഓരോ വീഥിയിലും കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്ന് നിയമമണ്ഡലത്തിലെ പ്രദേശങ്ങളിലൂടെയാണ് പന്ന്യന്റെ പര്യടന ജാഥ കടന്നുപോകുന്നത്. ആ പര്യടന ജാഥയ്ക്ക് നേതൃത്വം നൽകാൻ ആദരണീയായ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പമുണ്ട്. ക്യാമറാമാൻ സാജുവിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.